എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് എനിക്ക് പരാതിയൊന്നുമില്ല, എൻ്റെ വേദനകളെക്കുറിച്ചും എനിക്ക് പരാതിയില്ല. കാരണം ഇതൊക്കെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണമെന്ന് നിരന്തരം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രചോദനങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. എന്തുവരികിലും എളിയവനായ എൻ്റെ പരിശ്രമങ്ങളിലൂടെ എനിക്കുണ്ടായിട്ടുള്ള ദുഃഖാനുഭവങ്ങളെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചുകൊള്ളാം, കർത്താവിന് സമർപ്പിച്ചുകൊള്ളാം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാൻ നിങ്ങളോട് പറയുന്നു ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട്, എന്നാൽ ഇത് മുഴുവൻ വ്യക്തമല്ല, കുറേ വ്യക്തമായിട്ടെങ്കിലും പറഞ്ഞതിൻ്റെ കാരണം ഇപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടുമാണ്. ഇതുവരെ സ്വീകരിച്ച പരിപൂർണമായ മൗനം സഭയ്ക്ക് ദോഷം ചെയ്തു എന്ന് ചിലരൊക്കെ പറയുന്നുമുണ്ട്. എങ്ങനെയും ആവട്ടെ, ഏതായാലും ഇത് ഇപ്പോൾ ഇത്രയും മതി. ഏതായാലും ഇതുപോലുള്ള ഒരു സമീപനം നമ്മുടെ സഭയ്ക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവം നമ്മളെ നയിക്കും. നാം ആരും ഒരു വിധത്തിലും പരാജിത മനോഭാവത്തോടു കൂടി ആയിരിക്കരുത്. നമുക്കുണ്ടാകേണ്ട സംശുദ്ധീകരണത്തെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കും. ഒരു കൂട്ടർ അല്ലെങ്കിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വ്യക്തി ചിന്തിക്കുന്ന പോലെ ആയിരിക്കുകയില്ല മറ്റു വിഭാഗങ്ങളോ ഗ്രൂപ്പുകളോ ചിന്തിക്കേണ്ടത്. ചിലർ കൂടുതൽ ചിന്തിക്കേണ്ടവരായിട്ടുണ്ടാവും, ചിലർ കൂടുതൽ പശ്ചാത്തപിക്കേണ്ടവരായിട്ടുണ്ടാവും. അതനുസരിച്ചുള്ള ഫലം മാത്രമേ ഈ സമൂഹത്തിന് ലഭിക്കുകയുള്ളൂ എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടുകൂടി ഞാൻ പറയുകയാണ്, എനിക്ക് ആരോടും ഒരു വിദ്വേഷമോ ഒരു വൈരാഗ്യമോ ഒരു അങ്ങനെയുള്ള നിഷേധാത്മകമായിട്ടുള്ള വികാരങ്ങളോ ഇല്ല. ഇത് പറയാൻ വേണ്ടി പറയുന്നതല്ല. അതുകൊണ്ടാണ് എനിക്ക് ആത്മസമാധാനം ഉള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങളാരും വിഷമിക്കേണ്ടതില്ല. ഐ ഹാവ് നോ റിഗ്രറ്റ്, നോ റാങ്കർ, നത്തിങ് ഓഫ് ദ സോർട്ട്. What I have is really that I tried in my humble way to be with the church, Syro Malabar Church, which can become really the greatest individual church in the Oriental family, in the communion of the universal church, and giving a good example for others and for other individual churches. നമുക്കറിയാം, മറ്റ് അപ്പസ്തോലന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു മാർ തോമാ ശ്ലീഹ. ഈ മാർ തോമാ ശ്ലീഹായെക്കുറിച്ചുള്ള സുവിശേഷ വചനങ്ങൾ പലപ്പോഴും ഉദ്ധരിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, പ്രസംഗിക്കാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ മാർ തോമാ ശ്ലീഹായുടെ ജീവിതം എന്നെയും വ്യക്തിപരമായിട്ട് ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റുള്ള ശിഷ്യന്മാർ പതറിപ്പോയ സന്ദർഭങ്ങളിലും ധീരതയോടെ നിന്നവനാണ് മാർ തോമാ ശ്ലീഹ. ആ ധീരത നമ്മുടെ സഭ കാണിക്കണം. ആ ധീരത കാണിച്ചുകൊണ്ട് നമ്മുടെ സഭയുടെ ഐക്യവും കൂട്ടായ്മയും നിലനിർത്താനുള്ള ഒരു വ്യഗ്രത ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് ശേഷം സഭ മുഴുവനിലേക്കും വ്യാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ പുതിയ നേതൃത്വം അതിന് ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഉപകരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ കരങ്ങളെ സഹമെത്രാന്മാരും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരും ശക്തിപ്പെടുത്തണം. ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സഹനങ്ങളിലൂടെ സഭയുടെ സ്വത്വബോധം വീണ്ടെടുത്ത ആചാര്യനാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി എന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. സീറോ മലബാർ സഭാ അസംബ്ലിയുടെ 2ാം ദിനത്തിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലെ നേതൃ ശുശ്രൂഷകൾക്ക് സഭയുടെ മുഴുവൻ ആദരവർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു മാർ റാഫേൽ തട്ടിൽ. ക്രിസ്തു സ്നേഹത്തിന്റെയും സഭാസ്നേഹത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും നേരനുഭവമാണ് മാർ ജോർജ് ആലഞ്ചേരി സഭയ്ക്ക് സമ്മാനിച്ചത്. കുടിയേറ്റ ജനത സഭയുടെ ഹൃദയമിടിപ്പാണെന്ന ബോധ്യത്തിൽ ആലഞ്ചേരി പിതാവ് നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി സഭയ്ക്കുണ്ടായ വളർച്ച ആർക്കും മറക്കാൻ കഴിയില്ല. വരാനിരിക്കുന്ന കിരീടത്തിൽ കർത്താവിന്റെ മുദ്രകളാണ് ആലഞ്ചേരി പിതാവ് ഏറ്റുവാങ്ങിയ സഹനങ്ങളെന്നും ഇത് സത്യത്തിന്റെ കൂടെ നിന്നതിനാലാണെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. കരം പിടിച്ചും കരുത്തു പകർന്നും കൂടെയുണ്ടാകണമെന്നും മാർ ജോർജ് ആലഞ്ചേരിയോട് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു. സഭയുടെ കൂട്ടായ്മയ്ക്കായി നിലകൊള്ളുന്നവർ സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വരും എന്നതാണ് ജീവിതാനുഭവമെന്ന് മറുപടി പ്രസംഗത്തിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വ്യക്തമാക്കി. മാർത്തോമായുടെ ജീവിതം ഏറെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ആ ധീരത സഭ മുഴുവനിലും വ്യാപിപ്പിക്കണമെന്നും മാർ ആലഞ്ചേരി കൂട്ടിച്ചേർത്തു.
ഒരു വ്യാഴവട്ടക്കാലം സഭയെ നയിച്ച കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സഭയുടെ വളർച്ചയ്ക്കായി നൽകിയ സംഭാവനകളുടെ വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. രാജ്യമാകെയുള്ള സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളികൾ സഭാ കാര്യാലയത്തോട് ചേർന്നുള്ള ഹെറിറ്റേജ് ആൻഡ് റിസർച്ച് സെന്റർ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സഭാപ്രവർത്തനത്തിന് വാതിൽ തുറക്കാനുള്ള സാഹചര്യം എന്നിങ്ങനെ ഒട്ടേറെ വേറിട്ട മുന്നേറ്റങ്ങളും മേജർ ആർച്ച് ബിഷപ്പിന്റെയും വിവിധ മേലധ്യക്ഷന്മാരുടെയും സാക്ഷ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് വീഡിയോ ഒരുക്കിയിരുന്നത്.